അപ്പോൾ ഈ പറഞ്ഞു വന്നത് ഈ ഇത്തരം ഡയലോഗുകൾ എഴുതിയത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ഡയലോഗ്, ഞാൻ ഒരു പ്രവാസിയായിരുന്നു, ഒരു 10-16 വർഷത്തോളം ഗൾഫിലായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ വരുമ്പോൾ എൻ്റെ ഭാര്യ പലപ്പോഴും ഈ പറഞ്ഞൊരു വാക്കാണത്, എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചും മതിയായി, എത്ര കാലമായി എന്നെ കെട്ടിപ്പിടിച്ചിങ്ങനെ കരയും. അപ്പോൾ അവരുടെ ഒരു നമുക്ക് ആ സമയത്ത് ഭയങ്കര, കാരണം ഞാനൊരു ഫാമിലി മാനാണ്, കാരണം മക്കളെയും കുട്ടികളൊക്കെ പിന്നെ മാസകാലപ്പോലെ തന്നെ കൊണ്ടുനടക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ടച്ച്. അപ്പോൾ ഞാൻ ആ സ്ക്രിപ്റ്റിൽ ആ വാക്ക് ഉൾപ്പെടുത്തി. പക്ഷെ ഇന്ന് അർത്ഥത്തിൽ അത് അവർക്ക് വേണ്ടി എഴുതപ്പെട്ടു പോയതാണോ, ചിലപ്പോൾ ഒരു നിയോഗമാവാം. കാരണം ഇതിനകത്ത് ഓരോ ഡയലോഗുകളും ഓരോ വാക്കുകളും ഞാനിപ്പോൾ ബിൻഷായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഞാൻ അങ്ങനെ പറയും, എൻ്റെ ഓരോ ഡയലോഗുകളും ഇക്കാക്ക് വേണ്ടി എഴുതി വെച്ച പോലെ ഇപ്പോൾ തോന്നാണ്. പല ആൾക്കാരും ഇപ്പോൾ യൂട്യൂബിൽ കമൻറ്റ് പോലും അങ്ങനെയാണ്. അല്ല, വളരെ വിഷമത്തോടു കൂടിയാണ് എല്ലാവരും ആ സിനിമ ഇപ്പോൾ കാണുന്നത്. അതെ അതെ, ആ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. അപ്പം നവാസ്ക്ക് അത് കാണാനില്ലല്ലോ എന്നാണ് എല്ലാവരും നോക്കുക. സത്യം നവാസ്ക്ക് ഈ സിനിമ കാണാൻ നവാസ്ക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. ഒരുപാട് തിയേറ്ററിലൊക്കെ റിലീസായതാണ്. ഫെബ്രുവരി 7-ാം തീയതി റിലീസായതായിരുന്നു സിനിമ.